Hi dear students, in the last class we are discussed about parallel plate capacitor. Capacitance of parallel plate capacitor, that is C is equal to A epsilon 0 divided by D. This equation we in the class derive that is capacitance of a parallel plate capacitor. We dielectric material in between plates of the capacitor fix. What will happen? What will happen when a dielectric is placed in between the plates of a capacitor? That is effect of dielectric. So, here we are discussing about the effect of dielectric. Effect of dielectric. Okay. What is the effect of dielectric? Or what will happen when a dielectric is placed in between the plates of the capacitor? Now, the capacitance is A epsilon 0 divided by D. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ area of the plates ആണ്, plates of capacitor ആണ്. Plate അല്ലേ, ഒരു പ്ലേറ്റിൻ്റെ ഏരിയ ആണ് A. Distance അല്ലേ, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ distance between the plates of the capacitor. Epsilon 0 permittivity of the capacitor, permittivity of free space, permittivity of free space or vacuum. Okay, listen here. Parallel plate capacitor. ഇവിടെ പോസിറ്റീവ് ചാർജ് അല്ലേ, നമ്മൾ നേരത്തെയൊക്കെ വരച്ചതാണ്. ഇവിടെ രണ്ടാമത്തെ പ്ലേറ്റ് ആണ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ രണ്ടാമത്തെ പ്ലേറ്റ് ആണിത്. ഇവിടെ നെഗറ്റീവ് ചാർജസ് ഉണ്ട്, നെഗറ്റീവ് ചാർജസ്. ഇവിടെ പ്ലസ് ക്യൂ ചാർജ്, ഇവിടെ മൈനസ് ക്യൂ ചാർജ്. ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് ഡി ആണ്. സപ്പോസ് ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ. ഓക്കെ, ഇവിടെ ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് മീഡിയം വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ ഞാൻ എന്ത് വെച്ചിട്ടുണ്ട്? Dielectric material, dielectric medium is placed between the plates of the capacitor. അപ്പോൾ ഈ dielectric medium ഒരു external, ഇവിടെ ഒരു external field ഉണ്ട്, ഈ O ഉണ്ട് അല്ലേ. ഒരു dielectric medium വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് പോളറൈസേഷൻ സംഭവിക്കും അല്ലേ. പോളറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡൈഇലക്ട്രിക്കിൻ്റെ നെഗറ്റീവ് ചാർജസ് വരും. പോസിറ്റീവിൻ്റെ സൈഡിൽ പോസിറ്റീവ് പ്ലേറ്റിൻ്റെ അടുത്ത് ഡൈഇലക്ട്രിക്കിൻ്റെ നെഗറ്റീവ് ചാർജസ് ഡിസ്പ്ലേസ് ചെയ്യും. അതേപോലെ നെഗറ്റീവിൻ്റെ സൈഡിൽ ആര് വരും? ഡൈഇലക്ട്രിക്കിൻ്റെ പോസിറ്റീവ് ചാർജസ് വരും. അപ്പോൾ ഉള്ളിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഇവിടെ ഇൻസൈഡ് ദി മെറ്റീരിയൽ അല്ലേ, ഇൻസൈഡ് ദി ഡൈഇലക്ട്രിക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് കൊടുക്കാം അല്ലേ. ഈ ഇൻഡ്യൂസ്ഡ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ശ്രദ്ധിക്കണം, വി ആർ ഗോയിങ് ടു സ്റ്റഡി ദി എഫക്റ്റ് ഓഫ് ഡൈഇലക്ട്രിക് when dielectric is placed between the plates of a capacitor, plates of parallel plate capacitor. So ഇത് external electric field ആണ്. ഈ ഔട്ട് ഡൈഇലക്ട്രിക്കിന് പോളറൈസേഷൻ സംഭവിക്കുന്നു ഈ എക്സ്റ്റേണൽ ഫീൽഡ് കാരണം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജസ് വന്നിട്ടുണ്ട്, ഇവിടെ പോസിറ്റീവ് ചാർജസ് വന്നിട്ടുണ്ട്. ഈ ഉള്ളിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒരു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിട്ടുണ്ട്. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇഒ മൈനസ് ഇ ഇന്നാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡാണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കണേ. ഇത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ്, ഇവിടെയും സിഗ്മയാണ്. ഇവിടെ പ്ലസ് സിഗ്മ എന്ന് കൊടുക്കാം, ഇവിടെ മൈനസ് സിഗ്മ എന്ന് കൊടുക്കാം. ഇവിടെ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ട്, ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അതിന് പോളറൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഡൈഇലക്ട്രിക് എന്തായിട്ട് ആക്റ്റീവ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഡൈഇലക്ട്രിക് പഠിച്ചതാണ്. ഒരു ഡൈഇലക്ട്രിക് അല്ലെ, ഒരു പോളറൈസ്ഡ് ഡൈഇലക്ട്രിക് ടു ചാർജ്ഡ് സർഫസസ് വിത്ത് ഇറ്റ് ആക്ട് ആസ് എ ടു ചാർജ്ഡ് സർഫസസ് വിത്ത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ പി ആൻഡ് മൈനസ് സിഗ്മ പി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത് മൈനസ് സിഗ്മ പി, ഇത് പ്ലസ് സിഗ്മ പി. സിഗ്മ പി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പോളറൈസ്ഡ് സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. ഈ ഡൈഇലക്ട്രിക്കിൻ്റെ സർഫസിൽ എന്തുണ്ടാവും? സർഫസ് ചാർജസ് ഉണ്ടാവും. അവിടെയുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ് മൈനസ് സിഗ്മ പിയും പ്ലസ് സിഗ്മ പിയും. ഡൈഇലക്ട്രിക്കിന് പോളറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് ഡൈഇലക്ട്രിക് ഇറ്റ് ആക്ട് ആസ് ടു ചാർജ്ഡ് സർഫസസ്. ഡൈഇലക്ട്രിക് ആക്ട് ആസ് ടു ചാർജ്ഡ് സർഫസസ് വിത്ത് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ പി ആൻഡ് മൈനസ് സിഗ്മ പി. പി എന്ന് കൊടുത്തത് പോളറൈസേഷൻ സംഭവിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ നേരത്തെ പഠിച്ചത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. കപ്പാസിറ്ററിൻ്റെ ഇൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. പുറത്താണെങ്കിൽ 0 ആയിരിക്കും. ഇനി ഇവിടെ
ഒരു മൈനസ് സിഗ്മ പി ഇവിടെ വരുന്നുണ്ട്. ഒരു ഡൈഇലക്ട്രിക്കും കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഡൈഇലക്ട്രിക് ഇല്ലായിരുന്നു, വാക്വം ആണ് ഇവിടെ ഇൻ ബിറ്റ്വീൻ പ്ലേറ്റ്സ് നമ്മൾ എടുത്തത്. ഇപ്പോൾ ഡൈഇലക്ട്രിക് വന്നപ്പോൾ ഇവിടെ ഒരു മൈനസ് സിഗ്മ പി ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ പ്ലസ് സിഗ്മ പി ഉണ്ട്, 2 സർഫസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് അറിയോ? പുതിയ ഇലക്ട്രിക് ഫീൽഡ് ഡൈഇലക്ട്രിക് വന്നതിന് ശേഷമുള്ള ഇലക്ട്രിക് ഫീൽഡ് E0 എന്ന് കൊടുക്കാം നമുക്ക്. E0 ഈസ് ഈക്വൽ ടു ഓർ E ഡാഷ് എന്ന് കൊടുക്കാം. E ഡാഷ് ഈസ് ഈക്വൽ ടു സിഗ്മ മൈനസ് സിഗ്മ പി ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ശ്രദ്ധിക്കണം, സിഗ്മ മൈനസ് സിഗ്മ പി ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് മാറിയിട്ടുണ്ട്. നേരത്തെ സിഗ്മ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആയിരുന്നു. ഇപ്പോൾ പോളറൈസ്ഡ് ഡൈഇലക്ട്രിക് വന്നിട്ടുണ്ട് ഇവിടെ ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഇവിടെ ഒരു 2 സർഫസ് ചാർജ് ഡെൻസിറ്റീസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്, സിഗ്മ പിയും മൈനസ് സിഗ്മ പിയും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാറിയിട്ട് എന്തായിട്ടുണ്ട്? സിഗ്മ മൈനസ് സിഗ്മ പി ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഓക്കെ, ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. ഇത് നേരത്തെയുള്ള കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. ഇത് പോളറൈസ്ഡ് ഡൈഇലക്ട്രിക്കിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. ഇവിടെ എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സിഗ്മ മൈനസ് സിഗ്മ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബട്ട് സിഗ്മ മൈനസ് സിഗ്മ പി ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ കെ ആണ്. സിഗ്മ മൈനസ് സിഗ്മ പി ഈസ് ഈക്വൽ ടു എന്താണ്? സിഗ്മ ഡിവൈഡഡ് ബൈ കെ ആണ്. എന്താ ഈ സിഗ്മ ഡിവൈഡഡ് ബൈ കെ? സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന വാല്യൂ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഡൈഇലക്ട്രിക്സിലെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. കെ ഈസ് ഈക്വൽ ടു ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ആണ് കെ. സോ സിഗ്മ മൈനസ് സിഗ്മ പി ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ കെ. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. സോ ഇ ഡാഷ് ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ കെ എന്ന് നമുക്ക് എഴുതാം. സിഗ്മ മൈനസ് സിഗ്മ പി ഈക്വൽ സിഗ്മ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു എപ്സിലോൺ 0. സിഗ്മ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു എപ്സിലോൺ 0. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചതിന് ശേഷം പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. വി ഈസ് ഈക്വൽ ടു എന്താണ്? വി ഈസ് ഈക്വൽ ടു അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വി ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ഡി ആണ്. ഇ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് വി അല്ലേ. സോ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? സിഗ്മ ഡിവൈഡഡ് ബൈ കെ എപ്സിലോൺ 0 ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് എത്രയാണ്? ഡി തന്നെയാണ്. ഓക്കെ, ഇനി സിഗ്മ ഈസ് ഈക്വൽ ടു നമുക്കറിയാം. സിഗ്മ ഈസ് ഈക്വൽ ടു എന്താണ്? സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എ ആണ്. സോ ക്യൂ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു കെ ഇൻറ്റു എപ്സിലോൺ 0 മേലെ ഒരു ഡിയും. സോ ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കിട്ടി. ഇലക്ട്രിക് ഫീൽഡിന് ശേഷം ഞാൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. അതിനുശേഷം സിഗ്മയ്ക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ക്യൂ ഡിവൈഡഡ് ബൈ എ. നമുക്കറിയാവുന്നതാണ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ. സോ ക്യൂ ഡിവൈഡഡ് ബൈ എ എന്ന് കൊടുത്തു. ക്യൂ ഡിവൈഡഡ് ബൈ എ കെ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ഓക്കെ, ഒരു ടേമും പുതിയ വന്നിട്ടില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ആർക്ക്? സിഗ്മയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. വി ഈസ് ഈക്വൽ ടു എന്താണ്? വി ഈസ് ഈക്വൽ ടു ഇ ഡി ആണ്. അവിടെ എഴുതിയിട്ടുണ്ട് വി പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇനി നമുക്ക് കപ്പാസിറ്റൻസ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി അല്ലേ. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. സോ സി ഈസ് ഈക്വൽ ടു ഇവിടെ തന്നെ എഴുതാം നമുക്ക്. ക്യൂ ഡിവൈഡഡ് ബൈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി ഈസ് ഈക്വൽ ടു എന്താണ്? ക്യൂ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു കെ ഇൻറ്റു എപ്സിലോൺ 0 ഇൻറ്റു ഡി ആണ്. ഇവിടെ ഒരു ക്യൂ ക്യാൻസൽ ആയി പോവും. ഈ എ ഇൻറ്റു കെ ഇൻറ്റു എപ്സിലോൺ 0 മേലെ വരും. സോ നമുക്ക് എന്താ കിട്ടുക? കെ ഇൻറ്റു എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി എന്ന് കിട്ടും. സി നമുക്ക് സി ഡാഷ് എന്ന് കൊടുക്കാം. പുതിയ കപ്പാസിറ്റൻസ് ആയതുകൊണ്ട് സി ഡാഷ് എന്ന് കൊടുക്കാം. സി ഡാഷ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി. കെ ഇൻറ്റു എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി ആണെന്ന് സി ഡാഷ് പുതിയ കപ്പാസിറ്റൻസ്. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ എങ്ങനെയാണ് പുതിയ കപ്പാസിറ്റൻസിലേക്ക് വന്നത്? ആദ്യം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു. പുതിയ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ മൈനസ് സിഗ്മ പി ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ആണ്. ഇതിൽ സിഗ്മ മൈനസ് സിഗ്മ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ ഡിവൈഡഡ് ബൈ കെ ആണ്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. ഇനി നമ്മൾ സിഗ്മ മൈനസ് സിഗ്മ പിക്ക് എന്ത് കൊടുത്തു?
സിഗ്മ ഡിവൈഡഡ് ബൈ കെ എന്ന് കൊടുത്തു, സിഗ്മ ഡിവൈഡഡ് ബൈ കെ എന്ന് കൊടുത്തു. ഓക്കെ, സിഗ്മ ഡിവൈഡ് ബൈ കെ എന്ന് കൊടുത്തതിന് ശേഷം സിഗ്മ ഈസ് ഈക്വൽ ടു എന്താണ്, പൊട്ടൻഷ്യൽ. പിന്നെ പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അതിനുശേഷം സിഗ്മക്ക് ക്യൂ ഡിവൈഡഡ് ബൈ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ സി ഡാഷ് ഈസ് ഈക്വൽ ക്യൂ ബൈ വി ആണ്, ദാറ്റ് ഈസ് ക്യൂ ഡിവൈഡഡ് ബൈ അല്ലേ, ഈ സി ഈസ് ഈക്വൽ ടു എ എപ്സിലോൺ 0 ഡിവൈഡ് ബൈ ഡി നമ്മൾ നേരത്തെ എഴുതിയതാണ്, അതായത് കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. സോ ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, സി ഡാഷ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കെ ഇൻറ്റു എ എപ്സിലോൺ 0 ഡിവൈഡ് ബൈ ഡി. അതായത് പുതിയ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പുതിയ കപ്പാസിറ്റൻസ് സി ഡാഷ് ഈസ് ഈക്വൽ ടു ആദ്യമുള്ള കപ്പാസിറ്റൻസ് എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി അല്ലേ. സപ്പോസ് C0 ഈസ് ഈക്വൽ ടു ആദ്യമുള്ള കപ്പാസിറ്റൻസ് C0 ഈസ് ഈക്വൽ ടു എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി ആണെങ്കിൽ ഇപ്പോൾ ഉള്ള കപ്പാസിറ്റൻസ് എത്രയാണ്, കെ ഇൻറ്റു C0 ആണ് അല്ലേ. സി ഡാഷ് ഈസ് ഈക്വൽ ടു പുതിയ കപ്പാസിറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കെ ടൈംസ് പഴയ കപ്പാസിറ്റൻസ്. പഴയ കപ്പാസിറ്റൻസ് എത്രയാണ്, എ എപ്സിലോൺ 0 ഡിവൈഡ് ബൈ ഡി ആണ്. സോ പുതിയ കപ്പാസിറ്റൻസ് കെ ഇൻറ്റു എ എപ്സിലോൺ 0 ഡിവൈഡ് ബൈ ഡി. കെ ഈസ് കോൾഡ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്, കെ ഈസ് കോൾഡ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഇവിടെ കെൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പുതിയ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ പഴയ കപ്പാസിറ്റൻസിനേക്കാൾ കൂടുതലായിരിക്കും. കാരണം കെൻ്റെ വാല്യൂ എത്രയാണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്, ഗ്രേറ്റർ ദാൻ 1. സോ വെൻ എ ഡൈഇലക്ട്രിക് മീഡിയം, when a dielectric is placed between the plates of the capacitor, the value of capacitance increased. പുതിയ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, പുതിയ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. കാരണം കെ ഈസ് ഗ്രേറ്റർ ദാൻ 1, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ പുതിയ കപ്പാസിറ്റൻസ് എന്താണ്, കൂടുകയാണ് ചെയ്യുന്നത്. ഒരു ഡൈഇലക്ട്രിക് ഇൻ ബിറ്റ്വീൻ പ്ലേറ്റ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡൈഇലക്ട്രിക് എന്താണ്, ഡൈഇലക്ട്രിക് ആദ്യമുള്ള കപ്പാസിറ്റൻസ് സി ആണ്. അതിനുശേഷം ഒരു 3 വാല്യൂ ഉള്ള ഒരു ഡൈഇലക്ട്രിക് ഇൻ ബിറ്റ്വീൻ പ്ലേറ്റ്സ് പ്ലേസ് ചെയ്യുന്നു അല്ലേ. കെ ഈസ് ഈക്വൽ ടു 3 ആണ്. അങ്ങനെയാണെങ്കിൽ പുതിയ കപ്പാസിറ്റൻസ് എത്രയായിരിക്കും, 3 ഇൻറ്റു സി ആയിരിക്കും. ഓക്കെ, അതേപോലെ പ്രോബ്ലംസിൽ അത് ചോദിക്കാറുണ്ട്, അത് ശ്രദ്ധിക്കണം, ആ ഇക്വേഷൻ ശ്രദ്ധിക്കണം. അതേപോലെ വേറെ റിലേഷനാണ് എന്തെന്ന്, കെ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. കെ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം, അതേപോലെ എപ്സിലോൺ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. സോ കെ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 വേറൊരു ഇക്വേഷനാണ്, അത് ശ്രദ്ധിക്കുക. ഇതും പ്രോബ്ലത്തിൽ നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്, ചോദിക്കാറുണ്ട്. പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ദി ഫ്രീ സ്പേസ് ആണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ റിലേഷൻ. കെ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0, പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ദി ഫ്രീ സ്പേസ് കെ. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഹാസ് എ കപ്പാസിറ്റൻസ് ഓഫ് 8 picofarad. അപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഇപ്പോൾ ഉള്ളത് എയർ ആണ് അല്ലേ. ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഹാസ് എ കപ്പാസിറ്റൻസ് ഓഫ് 8 picofarad. എയർ ആണെങ്കിൽ എത്രയാണ്, 8 picofarad ആണ്. ഇനി വാട്ട് വിൽ ബി ദി കപ്പാസിറ്റൻസ് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഈസ് റെഡ്യൂസ്ഡ് ബൈ ഹാഫ്. ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ ഇപ്പോൾ ഉള്ള ഡിസ്റ്റൻസ് എത്രയായിട്ടുണ്ട്, d/2 ആയിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഹാഫ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ദി സ്പേസ് ബിറ്റ്വീൻ ദം ഈസ് ഫിൽഡ് വിത്ത് സബ്സ്റ്റൻസ് ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 6. ശരിക്കും ശ്രദ്ധിക്കണം. ആദ്യം ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. ഓക്കെ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ബിറ്റ്വീൻ ആരാണ് ഉള്ളത്, എയർ ആണുള്ളത്. അപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസ് എത്രയാണ് കിട്ടിയത്, 8 picofarad ആണ്. സി ഈസ് ഈക്വൽ ടു 8 picofarad, ദാറ്റ് ഈസ് 8 × 10⁻⁻12 ഫാരഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, യൂണിറ്റ് പറയാൻ പറഞ്ഞതാണ്. 8 × 10⁻12 ഫാരഡ് ആണെന്ന് 8 picofarad. ഓക്കെ, ലിസൺ. അപ്പോൾ എയർ ആണെങ്കിൽ നമുക്ക് ഇത്രയും വാല്യൂ കിട്ടും അല്ലേ. രണ്ടാമത്തെ കേസിൽ ഇക്വേഷൻ നമുക്കറിയാലോ, സി ഈസ് ഈക്വൽ ടു 3 എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി ഈസ് ഈക്വൽ ടു 8 picofarad എന്ന് കൊടുക്കാം. രണ്ടാമത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് വിൽ ബി ദി കപ്പാസിറ്റി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ ഹാഫ് ആണ്. ആദ്യം നമ്മൾ എടുത്ത ഡിസ്റ്റൻസ് ഡി ആണ്. ഇപ്പോൾ എടുത്ത ഡിസ്റ്റൻസ് ഡി ബിക്കംസ് വാട്ട്, ഡി ബിക്കംസ് d/2. ആദ്യം എടുത്ത ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ ഇപ്പോൾ ഡിസ്റ്റൻസ് എത്ര ആയിട്ടുണ്ട്, d/2 ആയിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ട്
സ്പേസ് ബിറ്റ്വീൻ ദം ആദ്യം എയർ ആയിരുന്നു, ഇപ്പോൾ ഫില്ല് ചെയ്തിട്ടുള്ളത് എന്താണ്? ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ഈസ് ഈക്വൽ ടു 6 ഉള്ള ഒരു മീഡിയം എന്ത് ചെയ്തിട്ടുണ്ട്? ഫില്ല് ചെയ്തിട്ടുണ്ട്. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് 6 ഉള്ള ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പേസ് ബിറ്റ്വീൻ ദം ഫിൽഡ് വിത്ത് സബ്സ്റ്റൻസ് ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് 6. നമുക്കറിയാം സി ഡാഷ് എന്ന് കൊടുക്കാം. പുതിയ കപ്പാസിറ്റൻസിന് ഞാൻ എന്ത് കൊടുക്കുന്നു? സി ഡാഷ് എന്ന് കൊടുക്കുന്നു. ഏരിയയിലൊന്നും വ്യത്യാസമില്ല, ഡിസ്റ്റൻസിലും വ്യത്യാസമുണ്ട്, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റും മാറിയിട്ടുണ്ട്. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? K ഇൻറ്റു എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി ആണ്. K ഇൻറ്റു എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി. K ഈസ് ഈക്വൽ ടു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 6 ആണ് അല്ലേ? അപ്പോൾ 6 ഇൻറ്റു വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? പകുതി ആയിട്ടുണ്ട്. സോ ഡി ബിക്കംസ് ഡി ബൈ ടു. ഡി ബിക്കംസ് ഡി ബൈ ടു. സോ ഞാൻ ഈ ഇക്വേഷൻ ഒന്നും കൂടി മാറ്റിയതാണ്. ഈ ഡി ബൈ ടുവിൻ്റെ 2 എന്ത് ചെയ്യും? മേലോട്ടേക്ക് പോകും അല്ലേ? സോ 2 ഇൻറ്റു കെ ഇൻറ്റു എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി. ശ്രദ്ധിക്കണേ, ഈ എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി അല്ലേ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത്? എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി നമുക്ക് ആദ്യം 8 പൈക്കോ ഫാരഡ് എന്ന് തന്നിട്ടില്ലേ ആദ്യമുള്ള കപ്പാസിറ്റൻസ്? അതിനുശേഷമല്ലേ ഡിസ്റ്റൻസ് ഡി ബൈ 2 ആവുന്നതും ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ? സോ ഈ എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള ആളാണ്. അതിന് നമുക്ക് 8 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? സോ നമുക്ക് എന്താ കിട്ടുക അല്ലേ? ഈ ഡി ബൈ 2ൻ്റെ 2 ആണ്, മേലെ പോയപ്പോൾ 2 ഇൻറ്റു കെ വന്നത്. കെ എന്താണ്? ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ന്യൂ കപ്പാസിറ്റൻസ് ആയി. കെ ഇൻറ്റു എ എപ്സിലോൺ 0 ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡി ബൈ 2 ആയിട്ടുണ്ട്. സോ 2 ഇൻറ്റു കെൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 6 ആണ്. 6 ഇൻറ്റു എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി എത്രയാണ്? 12 ആണ് അല്ലേ? 12 ഇൻറ്റു 10⁻⁻12 ഫാരഡിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻⁻12 ചെയ്യണം. 12 അല്ല 8 ആണ് അല്ലേ? 8 പൈക്കോ ഫാരഡ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സോ 8 ഇൻറ്റു 10⁻⁻12. 8 ഇൻറ്റു 10⁻⁻12. സോ 2 ഇൻറ്റു 6 എത്രയാണ്? 12 ആണ്. 12 ഇൻറ്റു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 96 ആണ് അല്ലേ? 96 ഇൻറ്റു 10⁻⁻12 ഫാരഡ് എന്ന് കിട്ടും. 96 ഇൻറ്റു 10⁻⁻12 ഫാരഡ്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ശ്രദ്ധിക്കുക. രണ്ട് വ്യത്യാസങ്ങളാണ് വന്നുള്ളത്. ഒന്ന് ഡി ബൈ 2 ആയിട്ടുണ്ട്, ഡിസ്റ്റൻസ് ഡി ബൈ 2 ആയിട്ടുണ്ട്. ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കപ്പാസിറ്റൻസ് കെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പ്രോബ്ലം വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. ഇനി നിങ്ങളോട് ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഡൈഇലക്ട്രിക് ഓഫ്, ഈ പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഡൈഇലക്ട്രിക് ഓഫ് തിക്നെസ് ടി. തിക്നെസ് ഓഫ് ദി ഡൈഇലക്ട്രിക് ടി ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡൈഇലക്ട്രിക്കിൻ്റെ thickness of the dielectric substance എത്രയാണ്? thickness of the dielectric is equal to T ആണ്. തിക്നെസ് തന്നിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തതാണ്. ഇനി തിക്നെസ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തിക്നെസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന കപ്പാസിറ്റൻസിൻ്റെ ഒരു റിലേഷൻ ഉണ്ട്. സി ഈസ് ഈക്വൽ ടു പുതിയ കപ്പാസിറ്റൻസ് നമുക്ക് സി ഡാഷ് എന്ന് കൊടുക്കാം. സി ഡാഷ് ഈസ് ഈക്വൽ ടു എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ. എൻട്രൻസിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ബോർഡ് എക്സാമ്പിൾ അങ്ങനെ കാണാറില്ല. അപ്പോൾ ഈ ഇതൊന്ന് ശ്രദ്ധിക്കുക, ഈ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇവിടെ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് ഓഫ് ദി ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ആണ്. സാധാരണ ഒരു കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസ് ഇക്വേഷൻ എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി ആണ്. ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താകുന്നു? കെ ഇൻറ്റു എ എപ്സിലോൺ 0 ഡിവൈഡ് ബൈ ഡി ആണ്. രണ്ട് ഇക്വേഷൻ പഠിച്ചു. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡൈഇലക്ട്രിക്കിൻ്റെ തിക്നെസ്സും കൂടി തന്നിട്ടുണ്ട്. തിക്നെസ്സും കൂടി പ്രോബ്ലത്തിൽ വരികയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷനാണ് എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി ഇൻറ്റു ടി പ്ലസ് ടി ഡിവൈഡഡ് ബൈ കെ. ഇവിടെ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡൈഇലക്ട്രിക്കിൻ്റെ തിക്നെസ് ആണ്. ഡി നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയയാണ്. കെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഓഫ് ദി ഫ്രീ സ്പേസ് അല്ലേ? അപ്പോൾ ഈ ഇക്വേഷനും കൂടി എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്യുക. Dielectric of thickness T is introduced, the new capacitance becomes epsilon 0 divided by D minus T plus T divided by K. Okay? ഇനി നമുക്ക് പറയാനുള്ളത് energy stored in a capacitor. Energy stored in a capacitor. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ കേസിലാണെങ്കിൽ, നമ്മൾ സ്പ്രിങ് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്ത വർക്കാണ് അവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ കപ്പാസിറ്ററിൻ്റെ കേസിൽ നമുക്ക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വർക്ക് ചെയ്താൽ മതി. നമ്മളൊരു
ചാർജിങ് നടത്തുമ്പോൾ കപ്പാസിറ്ററിൽ ഒരു ചാർജിങ് നടത്തുമ്പോൾ ആ ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് അവിടെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതിൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, വർക്ക് ഡൺ ടു ഇൻക്രീസ് ദി ചാർജ് അല്ലേ, ചാർജിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത വർക്ക് എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായിരിക്കും എന്തെന്ന് എനർജി. കൺസിഡർ എ കപ്പാസിറ്റർ വിത്ത് കപ്പാസിറ്റൻസ് സി. കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു സി. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു എത്രയാണ്, വി ആണ്. കപ്പാസിറ്റൻസ് സി ആണ്, വോൾട്ടേജ് വി ആണ്. അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ചാർജ് ക്യൂ ആണ്. അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ചാർജ് ക്യൂ ആണ്. വി വാണ്ട് ടു ഇൻക്രീസ് ദി ചാർജ്, ടു ഇൻക്രീസ് ദി ചാർജ് ബൈ ഡി ക്യു. ഓക്കെ, ഡി ക്യു എന്നുള്ള ഒരു ചെറിയ ചാർജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെയുള്ള കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ എത്രയാണ്, സി ആണ്. വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എത്രയാണ്, വി ആണ്. അറ്റ് എൻ ഇൻസ്റ്റൻറ്റ് ചാർജ് ക്യൂ ആണ്. നമ്മൾ ഡി ക്യൂ കൂടി എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ചെയ്യുന്ന വർക്കിനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, എനർജി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്കറിയാം W is equal to W divided by Q ആണ് പൊട്ടൻഷ്യൽ. V is equal to W by Q. നമ്മൾ ആദ്യം പഠിച്ചതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. സോ W is equal എന്താണ്, Q into V ആണ്. ഇവിടെ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചാർജ് ആണ്. സോ നമുക്ക് എന്തെടുക്കാം, DQ into V. വർക്ക് ഡൺ ഫോർ അല്ലേ ഇൻക്രീസ് ദി ചാർജ് ബൈ DQ. എമൗണ്ട് DQ എന്നുള്ള ഒരു ചെറിയ എമൗണ്ട് ചാർജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ഡൺ. അപ്പോൾ അതിന് നമുക്ക് എന്ത് കൊടുക്കാം, DW എന്ന് കൊടുക്കാം. കാരണം ചെറിയ ചാർജ് ആയതുകൊണ്ട് വർക്ക് ഡൺ എന്തായിരിക്കും, ചെറുതായിരിക്കും. DW is equal to DQ into പൊട്ടൻഷ്യൽ V എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് V is equal to നമുക്കറിയാലോ Q is equal to CV ആണ്. സോ V is equal to Q by C ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്നറിയോ, ഈ V is equal to Q by C എന്ന് കൊടുക്കുകയാണ്. സോ നമ്മളെ ഇൻസ്റ്റൻറ്റിലുള്ള ചാർജ് എത്രയാണ്, Q ആണ്. സോ Q by C into DQ എന്ന് കൊടുക്കാം. ഓക്കെ, Q by C into DQ. അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ചാർജ് Q ആയതുകൊണ്ടാണ് ഞാൻ ഈ Q കൊടുത്തിട്ടുള്ളത്. ഓക്കെ, V is equal to Q by C എന്ന് കൊടുത്തിട്ടുണ്ട്. Q by C into DQ. നമുക്ക് വേണ്ടത് ടോട്ടൽ വർക്ക് അല്ലേ. സോ ടോട്ടൽ വർക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേഷൻ ചെയ്യണം. ഇത് ചെറിയ വർക്ക് ഇടുന്നതാണ് DW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടോട്ടൽ വർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേഷൻ ചെയ്യണം. ഫ്രം വെയർ ടു വെയർ, 0 to ക്യാപിറ്റൽ Q. ഓക്കെ, 0 ക്യാപിറ്റൽ Q വരെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. അത്രയും ചാർജ് ഇൻക്രീസ് ചെയ്യാനുള്ള വർക്ക് ഡണ്ണാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ Q by C into DQ. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം കോൺസ്റ്റൻറ്റ് ടേംസ് പുറത്തെടുക്കാം അല്ലേ. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 1 by C into integral of 0 to Q into DQ. is equal to 1 by C into Q square divided by 2 from 0 to Q. So 1 by C into, അപ്പോൾ Q into DQ ഇൻ്റഗ്രേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്, Q square divided by 2. ഇൻ്റഗ്രൽ ഓഫ് X dx എത്രയാണ്, X square divided by 2 അല്ല. ഇൻ്റഗ്രൽ ഓഫ് Q dQ Q square by 2. ഇൻ്റഗ്രൽ ഓഫ് T dt T square divided by 2 like that. So 1 by C into അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ Q square divided by 2 മൈനസ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു Qന്, മൈനസ് ലോവർ ലിമിറ്റ് ദാറ്റ് ഈസ് 0 square divided by 2. അപ്പോൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്തു. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മേലെ Q ആണ്. സോ Q square by 2 മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്, 0 square divided by 2 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇസ് ഈക്വൽ ടു 1 by C into 0 square by 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ് അല്ലേ. സോ 1 by C into Q square divided by 2 അല്ലെങ്കിൽ Q square divided by 2C. സോ W is equal to നമുക്ക് ഇപ്പോൾ എഴുതാം, W is equal to Q square divided by 2C. ഈ വർക്ക് ഡണ്ണാണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്, എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. സോ എനർജി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, എനർജി ഈസ് ഈക്വൽ Q square divided by 2C. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി നമുക്ക് എന്താ കിട്ടിയത്, എനർജി ഈസ് ഈക്വൽ ടു Q square divided by 2C. ഇനി നമുക്ക് വേണമെങ്കിൽ Q is equal to എന്താണ്, Q is equal to CV അല്ലേ. സോ Q is equal to CV കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, U is equal to CV the whole square, that is C square V square divided by 2C.
കാരണം ക്യൂ ഈസ് ഈക്വൽ ടു സി വിക്ക് സ്ക്വയർ ഉണ്ടല്ലോ, ക്യൂ സ്ക്വയർ ആണ്. സോ സി സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c. ഒരു സി ക്യാൻസൽ ചെയ്യുന്നു. സോ യു ഈസ് ഈക്വൽ ടു നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടി ഹാഫ് സി വി സ്ക്വയർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിക്കണേ. എനർജിക്ക് അടുത്ത ഇക്വേഷൻ കിട്ടി. എന്താ കിട്ടിയത്? ഹാഫ്, ഒരു സി ക്യാൻസൽ ആയപ്പോൾ ഹാഫ് സി വി സ്ക്വയർ എന്ന് കിട്ടി. അതിന് മുന്നേ നമുക്ക് എന്താ കിട്ടിയത്? ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c. ഈ ഇക്വേഷനിൽ ക്യൂ ഈസ് ഈക്വൽ ടു സി വി കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹാഫ് സി വി സ്ക്വയർ എന്ന് കിട്ടി. സോ വാട്ട് ഈസ് ദി എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ? ഹാഫ് സി വി സ്ക്വയർ, ഹാഫ് സി വി സ്ക്വയർ, ഹാഫ് സി വി സ്ക്വയർ. അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ എന്താണ്? ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c. ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷൻ ചോദിക്കാറുണ്ട്, പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഇനി വേണമെങ്കിൽ സി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി അല്ലേ? സി ഈസ് ഈക്വൽ ഈ വി ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ക്യൂ ബൈ വി എന്ന് കൊടുക്കാം അല്ലേ? സോ യു ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ക്യൂ ബൈ വി ഇൻറ്റു വി സ്ക്വയർ. അപ്പോൾ ഒരു വി ഇവിടെ ക്യാൻസലായി. നമുക്ക് എന്താ കിട്ടുക? യു ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ക്യൂ ഇൻറ്റു വി. സോ പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ എന്താണോ തന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? ഇക്വേഷൻസ് എടുക്കുക. ഒന്നുകിൽ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c, അല്ലെങ്കിൽ ഹാഫ് സി വി സ്ക്വയർ, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ക്യൂ വി. ദീസ് ആർ ദി ഇക്വേഷൻസ് ഫോർ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ചെയ്തത് വർക്ക് കാൽക്കുലേറ്റ് ചെയ്തു. ടു ഇൻക്രീസ് ഡി ക്യു എമൗണ്ട് ഓഫ് ചാർജ് നമ്മൾ ഡി ഡബ്ല്യു കാൽക്കുലേറ്റ് ചെയ്തു. അത് ഇൻറ്റഗ്രേഷൻ ചെയ്തപ്പോൾ ഡബ്ല്യു കിട്ടി. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യൂ ഡി ക്യൂ ഇൻറ്റഗ്രേഷൻ ചെയ്താൽ ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2. നമ്മൾ ലിമിറ്റ് ഫ്രം 0 ടു ക്യാപിറ്റൽ ക്യൂ ആണ്. അത്രയും ചാർജാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. സോ നമുക്ക് ഡബ്ല്യു കിട്ടി. അതാണ് എന്ത് ചെയ്യുന്നത്? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതിൽ നമ്മൾ ക്യൂ ഈസ് ഈക്വൽ ടു സി വി കൊടുത്തപ്പോൾ നമുക്ക് ഹാഫ് സി വി സ്ക്വയർ എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി. സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി കൊടുത്തപ്പോൾ നമുക്ക് ഹാഫ് ക്യൂ വി എന്നുള്ള ഇക്വേഷൻ കിട്ടി. സോ ഇതിൻ്റെ ഡെറിവേഷൻ മനസ്സിലാക്കുക. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞത് വാട്ട് വിൽ ഹാപ്പൻ വെൻ എ ഡൈഇലക്ട്രിക് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോമ്പിനേഷൻ ഓഫ് ദി കപ്പാസിറ്റർ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.